നമുക്ക് ഈസി ആയിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയാലോ? ഇതൊരു വെറും ഗ്രീറ്റിംഗ് കാർഡ് വീഡിയോ അല്ല, നമുക്കിതൊരു ബർത്ത്ഡേ വിഷും കൂടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിരുന്നു, എൻ്റെ ബർത്ത്ഡേ ആണ്, എന്നെ ഒന്ന് വിഷ് ചെയ്യുമെന്ന്. അപ്പോൾ വെറുതെ അങ്ങ് വിഷ് ചെയ്യുന്നത് എങ്ങനെ ശരിയാവാ? നമുക്കൊരു കുട്ടിക്ക് വേണ്ടി ഒരു ഗ്രീറ്റിംഗ് കാർഡും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കങ്ങ് വിഷ് ചെയ്യാം. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറയണേ, നമ്മളെ കൊണ്ട് പറ്റണേ നമ്മളത് സാധിച്ചു കൊടുക്കണം എന്നല്ലേ. അപ്പോൾ വെറും ഒരു വിഷ് വേണ്ട, നമുക്കൊരു ഈസി ആയിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ട് വിഷ് ചെയ്യാം. ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നത് വേണ്ടല്ലോ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. ആ കട്ടിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കുക. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയാണ് നമ്മുടെ വിഷ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സൻഹ. അപ്പോൾ സൻഹക്കുട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ ഗ്രീറ്റിംഗ് കാർഡ് വീഡിയോ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൻഹയ്ക്ക് വേണ്ടി വിഷ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സൻഹ. അപ്പോൾ പറഞ്ഞ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ വേണ്ടി ഹാപ്പി എന്ന് എഴുതിയപ്പോഴാണ് സ്കെച്ചിൻ്റെ മഷി വരെ തീർന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് ബ്ലാക്ക് പെണ്ണുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് റെഡ് ഹാർട്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സൻഹക്കുട്ടിക്ക് വേണ്ടി ഒന്നുകൂടി വിഷ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സൻഹ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.